നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ കുഞ്ഞിന് എന്തേലും പറ്റിയിരുന്നെങ്കിൽ ഒന്നിനും ഞാൻ വെറുതെ വിടില്ല. എന്നെ ഒന്നും മിണ്ടാൻ പോലും സമ്മതിക്കാതെ നീയല്ലേ കുട്ടിയെ പറഞ്ഞു വിട്ടത്? തൃപ്തിയായല്ലോ നിനക്ക്? ദേമോളെയും കൊണ്ട് അവര് പോയിട്ട് നേരെ എത്രയായി? ഇതുവരെയും കാണുന്നില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യണ്ടെന്ന്. എല്ലാവരും കൂടി അങ്ങ് സപ്പോർട്ട് ചെയ്യല്ലേ. സ്കൂട്ടറിൽ ഞെങ്ങി ഞെരിങ്ങി 3 പേര് അത്രയും റിസ്ക് എടുത്ത് പോയേണ്ട കാര്യം എന്തായിരുന്നു? വന്ദനജി, വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. കുഞ്ഞുങ്ങൾ എപ്പോഴും മുറിയിൽ ചടഞ്ഞുകൂടി ഇരിക്കാണോ വേണ്ടത്? വല്ലപ്പോഴും ഒന്ന് പുറത്തോട്ടൊക്കെ കൊണ്ടുപോണ്ടേ? ജഗൻ ചേട്ടനും മനോജും അല്ലേ കൂടെ ഉള്ളത്? അതിനേക്കാൾ വലിയ സെക്യൂരിറ്റി വേണോ ദിയമോൾക്ക്? വേണം. ഞാൻ അടുത്തുള്ളതിനേക്കാൾ സെക്യൂരിറ്റി കുഞ്ഞിന് മറ്റാർക്കും കൊടുക്കാൻ കഴിയില്ല. ഒരുപക്ഷെ അതെന്റെ സ്വാർത്ഥത കൊണ്ട് തോന്നുന്നതായിരിക്കും. എന്നാലും എനിക്കതാ ശരിയെന്ന് തോന്നുന്നത്. അതെ, നിന്റെ സ്വാർത്ഥത കൊണ്ട് തോന്നുന്നതാ. രാജീവിനോടും വിദ്യാമ്മയോടും ഒപ്പമാണ് കുട്ടി വളർന്നിരുന്നതെങ്കിൽ ഈ അവസ്ഥയിലാണ് അവള് വളരുന്നത്. കുട്ടിക്ക് വേണ്ടി അവരെന്തൊക്കെ ചെയ്യുമായിരുന്നു, എവിടെയൊക്കെ ടൂറ് കൊണ്ടുപോയായിരുന്നു. രാജീവിന്റെ കോടിക്കണക്കിന് സ്വത്തുക്കളേക്കാൾ വലുതായി നിനക്ക് വേണ്ടത് ദിയമോളെ മാത്രമായിരുന്നു. നിന്റെ ആ മനസ്സിന്റെ വലിപ്പം ഒരുപക്ഷെ ഒരു പെണ്ണിനും ഉണ്ടാവില്ല. മോൾക്ക് വേണ്ടുവോളം സ്നേഹവും പരിരക്ഷയും ഒക്കെ നീ കൊടുക്കുന്നുമുണ്ട്. പക്ഷേ പുറം ലോകത്തേക്കൊക്കെ പോയി ഒന്ന് സന്തോഷിക്കാനുള്ള സ്വാതന്ത്ര്യം തനിക്കില്ല എന്നൊരു തോന്നല് കുട്ടിക്ക് ഉണ്ടാകരുത്. മോൾ അവരോടൊപ്പം പോയി കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ വരട്ടെ. ഒന്ന് സമാധാനിക്കെന്റെ മോളെ. പെറ്റ അമ്മ പോലെ എന്നെ മനസ്സിലാക്കുന്നില്ല. ദേമോളുടെ കാര്യത്തില് എനിക്ക് ടെൻഷനാണമ്മേ. അവൾ ആരോരുമില്ലാത്ത കുട്ടിയാ. മോളെ വാ. അയ്യോ മോള്. മോളെ 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 എന്തു പറ്റി? എന്തിനാ കരയുന്നത്? ദിയമോള് ബൈക്കിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വീണു. എന്തേലും പറ്റിയിരുന്നെങ്കിൽ ഒന്നിനും ഞാൻ വെറുതെ വിടില്ല. എന്നെയൊന്നും മിണ്ടാൻ പോലും സമ്മതിക്കാതെ നീയല്ലേ കുട്ടിയെ പറഞ്ഞു വിട്ടത്? തൃപ്തിയായല്ലോ നിനക്ക്? ദേമോൾക്ക് സെക്യൂരിറ്റിയായി വന്ദന മാത്രമേ ഉള്ളൂ ഇവിടെ. ഇപ്പൊ നിനക്കത് ബോധ്യയില്ലേ?
കൊതി തിരുവോളം ചുറ്റിക്കറങ്ങി പതുക്കെ വന്നാ മതിയല്ലേ? കാലിന് സ്വാധീനമില്ലാത്ത കുട്ടിക്ക് തലയിൽ ഒരു കെട്ടും കൂടി സമ്മാനിച്ച് പതുക്കെ വന്നാ മതി എന്നാണ് ഉദ്ദേശിച്ചേ? അത് സംഭവിച്ചു. തൃപ്തിയായില്ലേ അമ്മയ്ക്ക്? ഏത് വേഷം കെട്ടിയാടിയാലും ശരി തന്നെ. ഇനി മേല എന്റെ മോളെ പുറത്തേക്ക് കൊണ്ടുപോവോ അവളെ കാണുകയോ ചെയ്ത വാ മോളെ. എങ്ങനെയായിട്ട് അപകടം പറ്റിയ? എല്ലാം അനലിനോട് ചോദിച്ചാൽ മതി. മോനെ, വന്ദന ചെയ്തത് വലിയ തെറ്റാ. അവളുടെ അവിവേകത്തിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. മോൻ വന്ദനയോട് ക്ഷമിക്കണം. ഇതിന്റെ പേരില് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. എന്റെ അപേക്ഷ ഒരമ്മയുടെ അപേക്ഷ. മറ്റുള്ളവർക്ക് നീതി കിട്ടാൻ വേണ്ടി ഞാൻ പലരെയും തല്ലിയിട്ടുണ്ട്, തല്ല് വാങ്ങിയിട്ടുമുണ്ട്. പക്ഷേ ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് ഇത് ആദ്യത്തെ അനുഭവം. ഒരു തെറ്റും ചെയ്യാതെയാ ഈ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഈ അപമാനം സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. അമ്മ വിഷമിക്കണ്ട. ഇതിന്റെ പേരിൽ വന്ദനയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും എന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. അളിയൻ പോവാണോ? എന്തെങ്കിലും കഴിച്ചിട്ട് പോവായിരുന്നില്ലേ? കിട്ടാനുള്ളത് കെട്ടി വയറ് നിറഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.